നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി, വാഹനങ്ങൾ തടഞ്ഞു. അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെടുത്തി. കോഴിക്കോട് മുക്കത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. അപകടം ബസിന് പിന്നിൽ കാറിടിച്ച്. കൊല്ലം ആയൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണവേട്ട. പിടിച്ചത് 42 ലക്ഷം രൂപയുടെ സ്വർണം. ഭാരതപ്പുഴയിൽ കാണാതായ 16കാരൻ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഇന്നലെ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങവേ. ഇടുക്കിയിൽ ഏലം പുനർകൃഷി പ്രതിസന്ധിയിൽ. തട്ടകൾക്ക് വൻതോതിൽ വില ഉയരുന്നതിൽ കർഷകർക്ക് ആശങ്ക. വിശദമായ വാർത്തയിലേക്ക്. കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ DNA പരിശോധനാ ഫലം ഇന്ന്. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത്. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. KV ബൈജുവിന്റെ റിപ്പോർട്ട്. നാടിനെ നടുക്കിയ ഈ കേസിൽ പോലീസിന് ഇതുവരെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ സംശയമുള്ള ഒരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇയാൾ ഇതുവരെ ഈ കുറ്റം സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് ഇയാളുടെ DNA പരിശോധനാ ഫലം വരേണ്ടത്. ഈ റിപ്പോർട്ട് വന്നാൽ അതിനുശേഷം മാത്രമേ ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൂ. എന്തായാലും സാഹചര്യ തെളിവുകളെല്ലാം ഇയാൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇയാളാണ് പ്രതിയെന്ന സംശയത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ നേരത്തെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇയാൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബാംഗ്ലൂരിലേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. ഈ കേസിൽ ഇയാൾക്ക് ഇപ്പോൾ വാറന്റ് നിലവിലുണ്ട്. മാത്രമല്ല അടിപിടി കേസിലും ഇയാൾ പ്രതിയാണ്. ഏതായാലും ഇയാളല്ല എങ്കിൽ ഈ രണ്ട് കേസുകളിലും വാറന്റ് നിലനിൽക്കുന്ന ഈ രണ്ട് കേസുകളിലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനാണ് പോലീസ് ആലോചിക്കുന്നത്. അപ്പോഴും ഈ കേസിലെ യഥാർത്ഥ പ്രതി ആര് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. ഏതായാലും CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ പ്രതിയുടെ മുഖം വ്യക്തമല്ല. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 25-അംഗ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വളരെ ഈ കുറ്റാന്വേഷണ മികവ് ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ്. DYSP ബാലകൃഷ്ണൻ നായർ ആയാലും DYSP സുനിൽ കുമാർ ആയാലും നേരത്തെ നിരവധി കേസുകൾ തെളിയിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പുലർച്ചെ 2:30 അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർച്ചയും ചെയ്ത ഒരു കേസ്, നാടിനെ നടുക്കിയ കേസ്. ഈ കേസിലെ പ്രതി എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും പോലീസിന് വലിയ സമ്മർദ്ദം വരും ദിവസങ്ങളിൽ ഉണ്ടാകും പ്രതിയെ പിടികൂടും. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രതയിലാണ്. ഇത്തരത്തിൽ DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഏതായാലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലം ആയൂർ അകമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. സമീപത്തുണ്ടായിരുന്ന വർക്ക്ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിന് ശേഷം കാറിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടി. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. രാവിലെ 5:30യോടെയായിരുന്നു അപകടം. കോഴിക്കോട് മുക്കത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. എരഞ്ഞിമാവ് സ്വദേശി ഫഹദ് സമാനാണ് മരിച്ചത്. ബസിന് പുറകിൽ കാർ ഇടിക്കുകയായിരുന്നു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മാങ്ങാപ്പൊയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ 16കാരന്റെ മൃതദേഹം കണ്ടെത്തി. ചെറുതുരുത്തി പടിഞ്ഞാറേത്തോപ്പിൽ ആര്യനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ആര്യൻ സഹോദരനും സുഹൃത്തുക്കൾക്കുമൊപ്പം കടവിലെത്തിയത്. ഇന്ന് രാവിലെ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാണാതായ ഏർലിക്കടവിൽ നിന്നും 200 മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. അതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി, ആനകൾ വാഹനങ്ങൾ തടഞ്ഞു. വെറ്റിലപ്പാറ ചിക്ലായി പെട്രോൾ പമ്പിന് സമീപമാണ് കാട്ടുകൊമ്പൻ വഴി തടഞ്ഞത്. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് കൊമ്പൻ കാട് കയറി.
കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിയാൻ AI ക്യാമറ സ്ഥാപിക്കുന്നു. നിരീക്ഷണ സംവിധാനത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം പാലക്കാട് പന്നിമട വനമേഖലയിലായിരുന്നു. രാത്രിയും പകലും ചിത്രം പകർത്താൻ കഴിയുന്ന തെർമൽ ക്യാമറയാണ് സ്ഥാപിക്കുന്നത്. കാടിറങ്ങുന്ന വന്യജീവികളുടെ സഞ്ചാരപഥങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പ് AI ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനമാണിപ്പോൾ പാലക്കാട് പന്നിമട വനമേഖലയിൽ ആരംഭിച്ചിട്ടുള്ളത്. പന്നിമട വനമേഖലയിൽ ഇത് സ്ഥാപിക്കുകയും ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുങ്കിയ ആനയായ അഗസ്തിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതുവഴി കൊണ്ടുപോവുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ലഭിച്ചു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ആദ്യഘട്ടം തന്നെ ഇതിന്റെ പരീക്ഷണം വിജയമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് വനം വകുപ്പ് തെർമൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഒരുങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങൾ വനമേഖലയിലാണ് ഇത് സ്ഥാപിക്കുക. ആനകളും അതുപോലെ തന്നെ പ്രധാനമായും നമുക്കറിയാം വന്യജീവിയിൽ ആനയും പന്നി ഉൾപ്പെടെയുള്ള ജീവികളെയാണ് വ്യാപകമായി കാടിറങ്ങുന്നത്. ഇത് ഗ്രാമീണ മേഖലയിൽ വലിയ രീതിയിലുള്ള ദുരിതം വിതയ്ക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വന്യജീവികൾ കാടിറങ്ങുന്നത് കൃത്യമായി തന്നെ വനം വകുപ്പിന് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ കാടിറങ്ങുന്ന വന്യജീവികളെ കൃത്യമായി തന്നെ അതിർത്തിയിലോ മറ്റോ ഈ വന്യജീവികൾ എത്തുമ്പോഴത്തേക്ക് തന്നെ വനം വകുപ്പിന് ഇതിനെ പ്രതിരോധിച്ച് ഇതിനെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് അവലംബിച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെയുള്ള നിയന്ത്രണത്തിലാണ് സ്വാഭാവികമായും വനങ്ങളും വന്യജീവികളും എല്ലാം തന്നെ. എന്നാൽ ഈ വന്യജീവികളെ പ്രതിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയും. ഇത്തരത്തിൽ ഇതിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ വനമേഖലയിൽ നിന്ന്, അതായത് ഗ്രാമീണ മേഖലയിൽ വനാതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ വനം വകുപ്പിന് എന്തായാലും ഉണ്ട്. സ്വാഭാവികമായും വനമേഖലയിലുള്ള ഒരു അവസ്ഥയും പഠിക്കാൻ കഴിയും. അതേപോലെ തീറ്റയും വെള്ളവും ആവശ്യത്തിന് വനമേഖലയിൽ ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും AI ക്യാമറയിലൂടെ നിരീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഈ ആനകളുടെ പ്രത്യേകിച്ച് ആനകളും അതുപോലെ തന്നെ കടുവയും കരടിയും ഉൾപ്പെടെയുള്ള ജീവികളെ, പന്നിയും ഉൾപ്പെടെയുള്ള ജീവികളുടെ ഒരു സഞ്ചാരപഥങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ അതിന് മറ്റേതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ വനത്തിൽ ഇവ ചത്തൊടുങ്ങുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇത് വനം വകുപ്പിന് നിരീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഈ തെർമൽ ക്യാമറകൾ സംസ്ഥാന വ്യാപകമായി തന്നെ നടപ്പാക്കും. ഇതിൻ്റെ ഒരു ആദ്യഘട്ടം പാലക്കാട് വിജയിച്ച സാഹചര്യത്തിൽ സാർവത്രികമാക്കുക, പരമാവധി വനമേഖലയിലേക്ക്. ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം നിൽക്കുന്ന പാലക്കാട്, അതുപോലെ തന്നെ വയനാട്, ഇടുക്കി ജില്ലകളിലായിരിക്കും ഇത് കൂടുതൽ ഈ പദ്ധതി നടപ്പാക്കുക. എന്തായാലും ഇത് ഗ്രാമീണവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവികളെ കൃത്യമായി വകുപ്പിന് നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ കാടിറങ്ങി വരുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ വനം വകുപ്പിനും ജനങ്ങളും സംഘടിച്ചുകൊണ്ടുള്ള ഫോഴ്സുകൾ ഉൾപ്പെടെ രൂപീകരിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വനം വകുപ്പിനുണ്ട്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. തൃശൂരിൽ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി. ഡോക്ടർ എഴുതി നൽകിയ മരുന്ന് ഫാർമസിസ്റ്റ് തെറ്റി നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ മാസം 3-ാം തീയതിയായിരുന്നു സംഭവം. മുണ്ടിനീരിനെ തുടർന്നാണ് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ കൊണ്ട് കുടുംബം ചികിത്സയ്ക്ക് എത്തിയത്. ഹജ്ജിന് പോകുന്നവർക്കായി പാലക്കാട് കൊപ്പത്ത് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 236 പേർക്കാണ് വാക്സിനേഷൻ നൽകിയത്. മുഹമ്മദ് മോസിൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കളിയും കലാമത്സരങ്ങളുമായി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സർഗോത്സവം സംഘടിപ്പിച്ചു. അരങ്ങ് 2K24 എന്ന പേരിൽ നടന്ന സർഗോത്സവം നർത്തകരായ കലാമണ്ഡലം അഭയ, രഞ്ജുഷ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. പാലക്കാട് പരുതൂരിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി 3 ദിവസങ്ങളിലായാണ് ശുചീകരണ യജ്ഞം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാതിരിക്കാൻ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള രോഗവ്യാപന സാധ്യത കൂടുതലാകുന്ന സാഹചര്യത്തിലാണ് വൺ ഹെൽത്ത് എന്ന ആശയം അടിസ്ഥാനമാക്കി ആരോഗ്യ നയത്തിൽ മാറ്റം വരുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ വാർഷിക പരിപാടിയായ ട്രിമയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
കണ്ണൂർ വിമാനത്താവളത്തിൽ 42 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റിയാസ്, മുഹമ്മദ് നിസാർ എന്നിവരിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. തലയണ കവറിലും ചോക്ലേറ്റിന്റെയും കളിപ്പാട്ടത്തിന്റെയും കവറുകൾക്കിടയിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യബന്ധന മേഖല കടന്നുപോകുന്നതെന്നും സർക്കാർ സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നും പരാതി ഉന്നയിക്കുകയാണ് ഈ മേഖലയിലുള്ളവർ. ഇന്ധന സബ്സിഡി നൽകണമെന്നും ഭീമമായ പിഴകൾ ചുമത്തുന്നത് ഒഴിവാക്കണമെന്നുമാണ് ഇവർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മത്സ്യബന്ധന മേഖലയെ സർക്കാർ പരിഗണിക്കുന്നേയില്ലെന്ന പരാതിയാണ് ഈ മേഖലയിലുള്ളവർക്ക്. ഇന്ധന സബ്സിഡി പോലും ഇല്ലാതായതോടെ പ്രതിസന്ധിയിലാണ് മത്സ്യബന്ധന മേഖല. ഇതിനു പുറമെ ഫിഷറീസ് വകുപ്പ് കടലിൽ അനാവശ്യ പരിശോധനയും ഭീമമായ പിഴ ചുമത്തുകയും ചെയ്യുന്നുവെന്നും ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നു. ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. 12 മുതൽ 15 വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നമ്മളെ ഈ ഫിഷിംഗ് മേഖലയിൽ കടലിൽ പോകുന്ന ബോട്ടുകൾക്ക് ഡീസലിക്ക് വിലക്കയറ്റം കൊണ്ട് കടലിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം 500-600 ബോട്ടുള്ള സ്ഥലത്ത് 50 ബോട്ട് 25 ബോട്ടുകൾ കടലിൽ ഇറങ്ങുള്ളൂ. കേരളത്തിൽ തന്നെ മത്സ്യമേഖലയിൽ സർക്കാരിന് കോടികൾ കയറ്റുമതിയിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നൊരു മേഖലയാണ് ഫിഷിംഗ് മേഖല. ഈ മേഖല ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വർദ്ധിച്ചു വരുന്ന ഡീസലിൻ്റെ വിലക്കയറ്റം. മറ്റു സംസ്ഥാനങ്ങളിൽ സബ്സിഡി ഉണ്ട്. കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എല്ലാ സ്ഥലങ്ങളിലും സബ്സിഡി ഉണ്ട്. ഞങ്ങൾക്ക് സബ്സിഡി തരുന്നില്ല. രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ബോട്ടുകൾക്കെല്ലാം ലൈസൻസ് പുതുക്കി കൊടുക്കാനില്ല. 12 കൊല്ലം കഴിഞ്ഞ ബോട്ട് പൊളിക്കാൻ പറഞ്ഞു. 12 കൊല്ലം കഴിഞ്ഞ മരബോട്ട് പൊളിക്കാൻ, അതുപോലെ തന്നെ 15 കൊല്ലം കഴിഞ്ഞ് ഇരുമ്പോട്ട് പൊളിക്കാൻ പറയാണ്ട്. അപ്പോൾ ഈ പൊളിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 45 കൊല്ലം കഴിഞ്ഞ ബോട്ട് ഇവിടെ ഓടുമ്പോഴാണ്, 50 കൊല്ലം 45 കൊല്ലം കഴിഞ്ഞ ബോട്ടുകൾ ഇവിടെ ഓടുമ്പോഴാണ് പറഞ്ഞാൽ 12 കൊല്ലം കഴിഞ്ഞ ബോട്ട് പൊളിക്കാൻ. ഇപ്പോൾ സർക്കാർ തന്നെ ഹൈടെക് ബോട്ട് എന്നിട്ട് 1.5 കോടി രൂപേൻ്റെ ബോട്ട് ഇറക്കി കൊടുത്തത്. എന്താണ് അതിൻ്റെ അവസ്ഥ? ശരിക്കും പണിക്ക് പോകാൻ പറ്റില്ല. സാധാരണക്കാരെ പണിക്ക് വിടാനും സമ്മതിക്കണില്ല, പണിയെടുക്കാനും സമ്മതിക്കണില്ല. അവരുണ്ടാക്കി കൊടുക്കുന്ന ബോട്ടാണ് പണിക്കും പോകാത്ത സാഹചര്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരദേശ പോലീസ് വേണ്ടത്ര സഹായം തരുന്നില്ലെന്നും ഇവർക്ക് ആക്ഷേപമുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടുത്തെ തൊഴിൽ മേഖലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ മീൻ കൊടുന്നെങ്കിലാണല്ലോ അവർക്ക് തൊഴിലുണ്ടാവുള്ളൂ. അപ്പം ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യാൻ ഇവർ അനുവദിക്കില്ല. ഞങ്ങൾ കര ഭാഗത്ത് മീൻ പിടിക്കാൻ പോയാൽ പറയും മേലേക്ക് പോകണം, മേലെ ഭാഗത്ത് മീൻ പിടിക്കാൻ പോയാൽ പറഞ്ഞപ്പോൾ കപ്പലുമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ഈ ചെറു മത്സ്യങ്ങൾക്ക് ഞങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അത് കരഭാഗത്തിലെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അത് ഇവരെ ഞങ്ങൾ അനുവദിക്കില്ല. ഇവർ വന്ന് ഇവരെ ഇഷ്ടത്തിന് പിടിക്കുക, ഇവരെ ഇഷ്ടത്തിനുള്ള പൈസകളാണ് ഞങ്ങളുടെ പേരിൽ ഈടാക്കണത്. 2 ലക്ഷം, 1.5 ലക്ഷം, 90,000 ഇതെല്ലാം ഇതിന് കണക്കൊന്നുമില്ല. അവർക്ക് തോന്നി. എന്നിട്ട് ആ മീനെല്ലാം ഒരു ലേലം ചെയ്ത് എടുക്കാണ് ഇതിന്. അപ്പം എന്നിട്ട് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. പക്ഷെ ഇവരെ കൊണ്ട് ഞങ്ങൾക്കൊരു ഉപകാരമില്ല. ഇവിടെ മറിയം പോലീസിനെ വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ വന്ന് രക്ഷപ്പെടുത്താനാണ്. അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഇപ്പം ഇവിടെ നടന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളെ സഹോദരങ്ങൾ പോയിട്ടാണ് അവരെ രക്ഷപ്പെടുത്തി കൊടുത്തത്. ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവര് വന്ന് വളരെ സ്ലോവിൽ വന്നിട്ട് ഇങ്ങനെ അവരും നോക്കി നിന്നിട്ട് പോകും. പ്രതിസന്ധികൾക്കെല്ലാം സർക്കാർ മനസ്സുവെച്ചാൽ പരിഹാരമുണ്ടാകും. സർക്കാർ അനുഭാവപൂർവ്വം ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. ന്യൂസ് 18 മലപ്പുറം. തകർച്ച നേരിടുന്ന പാലത്തിലൂടെ അപകടയാത്ര നടത്തുകയാണ് പാലക്കാട് പെരിങ്ങോട് അകിലാണം നിവാസികൾ. പാലത്തിൽ ഗർത്തം രൂപപ്പെട്ടതോടെ യാത്രക്കാർ ഭീതിയിലാണ്. പാലം തകർന്നാൽ തെക്കേക്കര അകിലാണം മാണിക്യാംകുന്ന് പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗതം നിലയ്ക്കും. നാഗലശ്ശേരി പഞ്ചായത്തിലെ അകിലാണം തെക്കേക്കര റോഡിൽ അങ്കണവാടിക്ക് സമീപത്തെ പാലമാണ് ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ളത്. ദിവസേന നിരവധി ആളുകളാണ് തകർച്ച നേരിടുന്ന പാലത്തിലൂടെ അപകടയാത്ര നടത്തുന്നത്. നാഗലശ്ശേരി പഞ്ചായത്തിലെ മൂളിപ്പറമ്പ് VSSന് സമീപത്തു നിന്നും ചാഴിയാട്ടരിയിലേക്ക് പോകുന്ന അകിലാണം തെക്കേക്കര റോഡിലാണ് പാലമുള്ളത്. പാലം തകർന്നാൽ തെക്കേക്കര അകിലാണം മാണിക്യംകുന്ന് പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ദിവസങ്ങളായി തകർന്നു കിടക്കുന്ന പാലം കല്ലുകളും തെങ്ങിന്റെ തണ്ടും ചുവന്ന തുണിയും ഉപയോഗിച്ച് മറച്ചുവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പാലത്തിൽ രൂപപ്പെട്ട ഗർത്തം ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ കടന്നു പോകുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഈ റോഡ് തകർന്നു കിടക്കുകയാണ്. ഈ 3 ദിവസം കൊണ്ട് റോഡ് തകർന്നാകെ ഭയങ്കരമായി കിടക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അങ്കണവാടി ഉണ്ട്. കുട്ടികൾക്ക് അങ്കണവാടിയിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മോളിപ്പറമ്പെന്ന് തെക്കേരമ്മിലേക്ക് ഏത് സമയത്തും അമിത ഭാരം വെച്ചുകൊണ്ട് ലോറികൾ എപ്പോഴും പോകുന്നൊരു വഴിയാണ്. ഞങ്ങൾക്ക് പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ
പുറത്തേക്ക് പോകേണ്ട ഒരു മെയിൻ റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പ്രയാസമാണ്. അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തിൽ നിന്ന് ആരും ഈ പരിസരത്തേക്ക് വരികയോ ഈ റോഡിനെ കുറിച്ച് അന്വേഷിക്കുകയോ നോക്കുകയോ വാർഡ് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഒരു വ്യക്തികളും ജനപ്രതിനിധികളും ഇവിടെ വരുന്നില്ല. പാലത്തിൽ ഗർത്തം രൂപപ്പെട്ടതോടെ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ വരാൻ മടിക്കുകയാണ്. പാലം തകർന്നാൽ ഒരു ഗ്രാമം ഒറ്റപ്പെടുകയും പ്രദേശത്തെ വിദ്യാർത്ഥികൾ അടക്കമുള്ള നാട്ടുകാർ യാത്രയ്ക്ക് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ റോട്ടിന് പോകേണ്ട ലോഡിംഗ് വണ്ടി ഒരു 10 ടണ്ണ് 11 ടണ്ണ് കയറ്റിയിട്ടാണ് ഇത് വണ്ടികൾ പോണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ കേടുവരാൻ കാരണം. ഇതുവരെ ഇതിപ്പോൾ 3 ദിവസമായി നിൽക്കി ഇത് പൊട്ടിയിട്ട് ഇങ്ങനെയായിട്ട് ഇതുവരെ ഒരാളും വന്ന് നോക്കുക എങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. മഴ പെയ്താൽ പാലം പൂർണ്ണമായും തകരാൻ സാധ്യതയുള്ളതിനാൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാലത്തിന്റെ തകർച്ച പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. കടുത്ത വേനൽ നാശം വിതച്ച ഇടുക്കിയിലെ ഏല മേഖലയിൽ പുനർകൃഷിയും പ്രതിസന്ധിയിലാണ്. കൃഷിക്കായുള്ള ഏലത്തട്ടകൾ ആവശ്യത്തിന് കിട്ടാനില്ല. തട്ടകൾക്ക് വൻതോതിൽ വില ഉയരുമെന്നാണ് ആശങ്ക. ഇത്തവണത്തെ വേനൽ ഏലം കൃഷിയെ സാരമായി ബാധിച്ചു. ഉടുമ്പൻചോലയിലെ ഏലമരക്കാടുകളിലെ 100 കണക്കിന് ഏക്കർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചു. പുനർകൃഷി നടത്തിയാലും 2 വർഷത്തേക്ക് കർഷകന് യാതൊരു വരുമാനവും ലഭിക്കില്ല. ആവശ്യത്തിന് ഏലത്തട്ടകളില്ലാത്തത് പുനർകൃഷിയെയും ബാധിക്കുമെന്നാണ് ആശങ്ക. നിലവിൽ തട്ടയ്ക്ക് 150 രൂപ മുതലാണ് വില. പുതുകൃഷി ചെയ്യുന്ന സമയത്ത് വില ഇരട്ടിയോളം ഉയരുമെന്നാണ് ആശങ്ക. പുതിയ വേനലില് ഈ ഏലകൃഷി ഏതാണ്ട് പകുതി മുക്കാലോളം നശിച്ച ഒരു സാഹചര്യമാണ് നിലവിൽ. പുതിയതായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ തട്ട പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തട്ടയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൻ തോട്ടവുടമകൾക്ക് പ്രശ്നമല്ല, പക്ഷേ ചെറുകിട കർഷകർ വളരെ സാഹചര്യമാണ് നിലവിൽ. ഈ അടിയന്തര സാഹചര്യത്തിൽ സ്പൈസസ് ബോർഡും ബാക്കി അതിൻ്റെ അനുബന്ധ ആൾക്കാർ കൃഷിഭവനുമൊക്കെ ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അടിയന്തരമായ സഹായം എത്തിക്കണമെന്നാണ്. തട്ട ഇപ്പോൾ 200 രൂപ 250 രൂപയാണ്. അപ്പോൾ ഈ ക്ഷാമം വന്നു കഴിയുമ്പോഴത്തേന് 500 രൂപ വരെയൊക്കെ ആകാനുള്ള സാഹചര്യങ്ങളുണ്ട്. മഴക്കാലത്ത് ആദ്യ വിളവെടുപ്പ് ആരംഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ കർഷകൻ പുനർകൃഷിയിലേക്ക് തിരിയേണ്ടി വരും. ചെറുകിട കർഷകരാണ് തട്ടയുടെ ക്ഷാമം മൂലം ഏറെ പ്രതിസന്ധി നേരിടുന്നത്. പാട്ടത്തിന് കൃഷിയിറക്കിയ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയുമുണ്ട്. പുനർകൃഷിക്കായി സ്പൈസസ് ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം ഇരുമ്പിളിയം കാരാപ്പറമ്പിൽ കുന്നിടിച്ചു മണ്ണെടുക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. അംഗനവാടിയും കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയും നിലനിൽക്കുന്ന പ്രദേശത്താണ് കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം. ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി നടത്തുന്നതെന്നാണ് സ്ഥലമുടമ അറിയിച്ചത്. എന്നാൽ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ പ്രവൃത്തി നടത്താൻ തങ്ങൾ സമ്മതിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിവിധതരം ചെടികളും ഈ വീട്ടുമുറ്റത്തുണ്ട്. ചാറ്റൽ മഴയിൽ ഈറനണിഞ്ഞ് താമരയും മാമ്പലും മുറ്റം നിറയെ പൂത്തു നിൽക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം പൂത്തു നിൽക്കുന്ന സഹസ്രദള പത്മമാണ്. പട്ടാമ്പി സ്വദേശി അച്യുതൻകുട്ടിയുടെ വീട്ടുമുറ്റത്താകെ വിവിധ തരം ചെടികളാൽ നിറഞ്ഞിട്ടുണ്ട്. 36 ഇനം താമരപ്പൂക്കളും 16ഓളം ആമ്പൽ ഓർക്കിഡ് ഉൾപ്പെടെയുള്ള മറ്റ് പൂച്ചെടികളും ഉദ്യാനത്തിലുണ്ട്. 45 വർഷം അഹമ്മദാബാദിൽ ബിസിനസ് ആയിരുന്നു അച്യുതൻകുട്ടിക്ക്. 3 വർഷത്തോളമായി നാട്ടിൽ സ്ഥിരതാമസമാണ്. കൗതുകത്തിനായാണ് പൂക്കളുടെ ലോകത്തേക്ക് തിരിഞ്ഞത്. വലിയ മാനസിക സംതൃപ്തി കിട്ടുന്നതായി അച്യുതൻകുട്ടി പറയുന്നു. തുടങ്ങിയത് ഞാൻ കിഴങ്ങ് വാങ്ങിച്ച് തുടങ്ങിയതാണ്. എല്ലായിടത്തും കണ്ടപ്പോൾ നമുക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് വാങ്ങിയതാണ്. ഓൺലൈനിൽ വഴി കിഴങ്ങ് വാങ്ങി. 24 തരം താമര ഉണ്ടാവും. തമോ, ബുച്ച, അഖില, കാവേരി, റാണി റെഡ്, പിന്നെ അമരി പിയോണി, യെല്ലോ പിയോണി, യെല്ലോ കോറൽ പിങ്ക്,
പിന്നെ 1000 പെറ്റൽസ്, അതായത് സഹസ്രദളം എന്ന് പറയില്ലേ നമ്മൾ, അത് ചുരുങ്ങി അത് ശരിക്കും മുട്ട് വന്ന ഒരാഴ്ച എങ്ങനെയും മേലെ വരും. താമരയും മാമ്പലും മാത്രമല്ല, പൂക്കൾക്ക് പുറമെ അലങ്കാര മത്സ്യങ്ങളെ കൂടി ഇവിടെ വളർത്തുന്നു. ന്യൂസ് 18 പട്ടാമ്പി. പനയോലക്കുട നിർമ്മാണത്തിൽ സജീവമാണ് കോഴിക്കോട് പേരാമ്പ്ര വാളൂരിലെ സഹോദരങ്ങളായ ബാലകൃഷ്ണ പണിക്കരും കാർത്തിയായനിയും. ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾക്കും കാർഷിക ഉത്സവങ്ങൾക്കും ഇന്നും ഓലക്കുടകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. നാട്ടിൻപുറങ്ങളിൽ നിന്നും ഈറ്റമുളകൾ ഇല്ലാതായിരിക്കെയാണ് വീടിനോട് ചേർന്നാണ് ഇവ പരിപാലിച്ചു വരുന്നത്. പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലേക്ക് നേർച്ചയായും ഉത്സവ ചടങ്ങുകൾക്കും ഓലക്കുട നിർമ്മിച്ചു വരുന്നവരാണ് വാളൂരിലെ ബാലകൃഷ്ണ പണിക്കരും സഹോദരി കാർത്തിയായനിയും. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള പണിയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ആരും എടുക്കാൻ വെക്കാനൊന്നുമില്ല. വലിയമ്മയ്ക്ക് 7 മക്കളായിരുന്നു. ഓലെല്ലാം കിട്ടുന്ന ആൾക്കാരോ ഓലെല്ലാം എല്ലാവരും പോയി, ആരുമില്ല. അപ്പോൾ വകയിൽ ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അങ്ങനെ അത്യാവശ്യം അമ്പലത്തിലേക്ക് പറഞ്ഞാലും ഇങ്ങനെ അത്യാവശ്യം കെട്ടിക്കൊടുക്കും. സാധനങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ പിടിയെന്ന് പേരാമ്പ്ര പോയി വാങ്ങുന്നതായിരുന്നു. ഇപ്പോൾ ഇവനല്ല അച്ഛൻ കൂടി കൊണ്ടുവച്ചുണ്ടാക്കിയതായി സാധനം യോടാന്ന് പറഞ്ഞ്. കുട നിർമ്മാണത്തിന് ദിവസങ്ങൾക്കു മുൻപ് പനയോലയും ഈറ്റമുളയും പാകപ്പെടുത്തണം. തുടർന്ന് നിർമ്മാണം തുടങ്ങിയാൽ 2 ദിവസമെടുക്കും പൂർത്തിയാക്കാൻ. ക്ഷേത്രാവശ്യങ്ങൾക്കും ഓണക്കാലങ്ങളിലെ മാവേലിക്കും ഓണപ്പൊട്ടനും വാമനനുമെല്ലാം ചൂടാൻ ഓലക്കുടകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. തൊപ്പിക്കുടയ്ക്ക് 800 രൂപയും കാൽക്കുടയ്ക്ക് 1000 രൂപയുമാണ് വില. അധ്വാനത്തിനും ഇന്നത്തെ ജീവിത രീതിക്കനുസരിച്ചുള്ള കൂലിയും ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. തൊഴിലുറപ്പ് ജോലിയാണ് വരുമാനത്തിനുള്ള മാർഗം. എങ്കിലും പാരമ്പര്യമായി ലഭിച്ച ഈ തൊഴിലിൽ ആശ്വാസം കണ്ടെത്തുകയാണ് ഇവർ. ന്യൂസ് 18 പേരാമ്പ്ര. പോലീസ് ഗ്യാരണ്ടിയിൽ പഠനോപകരണങ്ങൾ വാങ്ങാൻ അവസരം. സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം AR ക്യാമ്പിലാണ് വമ്പിച്ച വിലക്കുറവിൽ പഠനോപകരണങ്ങളുടെ വിതരണം നടക്കുന്നത്. സ്കൂൾ തുറക്കലിന്റെ സമയത്തേക്ക് പോവുകയാണ്. രക്ഷിതാക്കളെല്ലാം കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കിലായിരിക്കും. കേരള പോലീസിന്റെ ഗ്യാരണ്ടിയിൽ പഠനോപകരണങ്ങൾ, അങ്ങനെ ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നന്ദാവനം AR ക്യാമ്പിനുള്ളിലാണ്. ഇവിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കൺസ്യൂമർ സഹകരണ സ്റ്റോർ, ആ സ്റ്റോറിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ, കുഞ്ഞുങ്ങൾക്കുള്ള ബുക്കും അതുപോലെ തന്നെ ഉപകരണങ്ങളെല്ലാം തന്നെ വളരെ വിലക്കുറവിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. കേരള പോലീസ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. തീർച്ചയായും നമ്മളിത് 2019 മുതലാണ് തുടങ്ങിയത്. ഏകദേശം 5 വർഷക്കാലം, 6ാമത്തെ വർഷമാണ് കുറിച്ച് കൊടുക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് നമ്മുടെ കേരള പോലീസിൻ്റെ സംഘടനയുടെയും പോലീസ് അസോസിയേഷൻ്റെയും ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വില കുറച്ച് നമുക്കിത് കൊടുക്കാൻ കഴിയുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ആനുകൂല്യം അതുപോലെ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കൂടി കൊടുക്കണം എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് നമ്മൾ അതേ വില കൊടുക്കുന്നത്. ഏകദേശം 75% വില വരെ കുറച്ചാണ് ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൊതുവിപണിയേക്കാൾ വളരെ വില കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ അനുസരിച്ച് വളരെ സാമ്പത്തിക ചിലവ് ഏറി വരുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പരമാവധി വില കുറച്ച് വിദ്യാഭ്യാസ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ ഒരു ബാഗുകൾ, നോട്ട്ബുക്കുകൾ, എല്ലാ സാധനങ്ങളും സ്കൂൾ വിപണിയിൽ കൊടുക്കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങളിവിടെ 50 മുതൽ 75% വില കുറച്ച് കൊടുത്തു വരുന്നത്. ഈ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സേനയാണ്. പലപ്പോഴും കൈയടി കിട്ടാറുണ്ട്, പലപ്പോഴും വിമർശനം കിട്ടാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം കുട്ടികളുടെ പഠനത്തിന് കൂടി ഒരു സുരക്ഷിതത്വം, അത് തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായും പറഞ്ഞതുപോലെ പൊതു സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങളാണ് ഞങ്ങൾക്ക് സാധാരണ പോലീസിന് കിട്ടുന്നത്. കൈയടി വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് എത്രത്തോളം നമുക്കത് ഗുണകരമായ രീതിയിൽ ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ ഞങ്ങൾ പരമാവധി സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു സേവനമെന്ന നിലയിൽ കൂടി കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അതാണ് AR ക്യാമ്പിലാണ് ഇത്തരത്തിൽ പഠനോപകരണങ്ങൾ വില കുറച്ച് വിൽക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,820 രൂപ, പവന് 54,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. കവിത ഗോൾഡ്